മുണ്ടക്കയിൽ മഴയെ തുടർന്ന് ജനകീയ തെരച്ചിൽ നിർത്തിവെച്ചു. മഴയെ തുടർന്ന് സന്നദ്ധ പ്രവർത്തകരോട് തെരച്ചിൽ അവസാനിപ്പിച്ചിറങ്ങാൻ പോലീസ് നിർദ്ദേശം നൽകി. ചൂരൽമല ഭാഗത്തു നിന്നും ആളുകളെ മാറ്റുന്നു. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നും റമീസ് ചേരുന്നുണ്ട്. റമീസ്, നിലവിലെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഒരുപക്ഷെ ഈ മഴയടക്കം മാറിയാൽ ഇനിയുള്ള തിരച്ചിൽ തുടരുമോ? അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രഖ്യാപനം പോലെ തന്നെ കൃത്യമായി വലിയ രീതിയിൽ മഴ ഇപ്പോൾ ശക്തമായി ഈ മേഖലയിലാകെയും തന്നെ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ഭാഗത്താണ്. മുണ്ടക്കൈ ഭാഗത്താണ് ശക്തമായി ആദ്യം മഴ പെയ്തത്. പിന്നെ ഇപ്പോൾ ഈ ഭാഗങ്ങളിലും ശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച ജനകീയ തിരച്ചിൽ നിലവിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെയും കളക്ടറേറ്റിൻ്റെയും നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ മഴ ശക്തമാകാനും ലാൻഡ് സ്ലൈഡ് പോലത്തെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഇതിനാൽ തന്നെ എല്ലാവരും തന്നെ ഈ മേഖലകളിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് എല്ലാവരും തന്നെ ഈ മേഖലയിൽ നിന്നും ഈ തിരച്ചിൽ മതിയാക്കി നിലവിൽ തിരിച്ചു പോവുകയാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഈ മേഖലയിലെത്തുകയും 9 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും നിലവിൽ ശക്തമായ ഒരു തിരച്ചിൽ തന്നെ ആയിരുന്നു ഈ 13ാം ദിവസവും മേഖലയിലാകെയും തന്നെ നടന്നത്. ഇന്നത്തെ ഒരു 4 മൃതദേഹ ശരീര ഭാഗങ്ങൾ കൂടി ഈ മേഖലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈയൊരു മഴ കാരണമായിക്കൊണ്ട് നിലവിൽ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് റമീസ്, വീണ്ടും ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും അധികൃതർ നൽകുന്നുണ്ടോ? നിലവിൽ മുണ്ടക്കൈ ഭാഗത്ത് ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുണ്ടക്കൈ ഭാഗത്ത് നിന്നായിരുന്നു ആളുകളെ മാറ്റിയത്. പിന്നീട് വാഹനങ്ങളും മറ്റും രക്ഷാദൗത്യ മേഖലകളിലേക്ക് അയച്ച് സന്നദ്ധ പ്രവർത്തകരെയും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെയും തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ വാഹനങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് അയച്ച് ദ്രുതഗതിയിൽ അടിയന്തരമായി എല്ലാ പ്രവർത്തകരെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഇനിയൊരു അപകടം ഈ മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഈ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒക്കെയും തന്നെ ഈ ആളുകളെ വേഗം ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിലിപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടോ? അതേ ഇനി വീണ്ടും ഈ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുകയാണോ? നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വാഹനങ്ങൾ അയച്ചുകൊണ്ടാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബെയിലി പാലത്തിൻ്റെ അവിടെ വാഹനങ്ങളിലെത്തി അവിടെ നിന്ന് നടന്നുകൊണ്ടാണ് മുണ്ടക്കൈയിലേക്കും മറ്റ് പുഞ്ചിരിമട്ടത്തേക്കും ദീർഘദൂരം ഏകദേശം ഇവിടുന്ന് 4 കിലോമീറ്ററോളം ദൂരം പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലേക്കുണ്ട്. അവിടത്തേക്ക് എല്ലാം തന്നെ രാവിലെ തന്നെ ആളുകൾ എത്തുകയും 9 മണിക്ക് തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മഴ ശക്തമായതിനെ തുടർന്ന് ഈ മേഖലകളിൽ നിന്നാകെയും തന്നെ വാഹനങ്ങൾ അയച്ചുകൊണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ആംബുലൻസുകളും ജീപ്പുകളും പോലീസ് വാഹനങ്ങളും തന്നെ ഈ ഒരു മുന്നറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെ ആ മേഖലകളിലേക്ക് ബെയിലി പാലം വഴി കടത്തിവിടുകയും ബെയിലി പാലത്തിലേക്ക് നിലവിൽ ആളുകളുടെ ഒരു സഞ്ചാരം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുമുണ്ട്. സാധാരണ ഒക്കെയും തന്നെ ഈ സമയത്ത് തന്നെയാണ് 4 മണിയോടുകൂടി, ഇന്നലെയും ഈ 4 മണിയോടുകൂടി തന്നെ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ ഇന്ന് ഒരു 3:30 തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലും. മാത്രമല്ല യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. ഇതിനാൽ തന്നെ മറ്റൊരു അപകടം കൂടി ഈ മേഖലയിൽ ഉണ്ടാവാതിരിക്കാൻ അടിയന്തര നടപടികൾ തന്നെയാണ് അധികൃതർ എടുത്തിട്ടുള്ളത്. ശരി റമീസ്.